തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കാണ്. പരസ്യപ്രചാരണത്തിന് ഇനി ബാക്കിയുള്ളത് 2 നാൾ മാത്രമാണ്. പ്രചാരണം സജീവമാക്കുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒപ്പം പാർട്ടികളും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കാസർഗോട്ട് പ്രചാരണത്തിനെത്തും. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും കോൺഗ്രസിനായി വോട്ട് തേടി കേരളത്തിലുണ്ട്. CPM-നായി പ്രകാശ് കാരാട്ട്, സുഭാഷ് നിയലി എന്നിവർ കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സൈഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, ഇനി വളരെ കുറഞ്ഞ സമയം, വളരെ കുറഞ്ഞ മണിക്കൂറുകൾ, അത് പരമാവധി ശബ്ദഘോഷങ്ങളുമായി എങ്ങനെ വോട്ടർമാരുടെ മനസ്സിൽ ഇടം പിടിക്കാം, സ്വാധീനമുണ്ടാക്കാം, ചുവടുറപ്പിക്കാം എന്ന ചിന്തയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും പാർട്ടികളും. ഇന്നിപ്പോൾ ഏതെല്ലാം നേതാക്കൾ, താരപ്രചാരകർ 3 മുന്നണികൾക്കും വേണ്ടി കളത്തിലുണ്ട്? എത്ര വലിയ ആവേശമാണ് ഫീൽഡിൽ കാണുന്നത് സൈഫ്? നേരത്തെ ഉണ്ടായിരുന്ന ആവേശം അത് ഏതാണ്ട് അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് എത്തിച്ചേരുന്നുണ്ട് സൈഫുദ്ദീൻ. സ്ഥാനാർത്ഥികളാണെങ്കിൽ ഓട്ടപ്പാച്ചിലാണ്. അവർക്ക് എല്ലാ പരമാവധി വീടുകൾ കയറുക എന്നുള്ളതാണ് അവർ അവസാന ഘട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാവില്ല. കാരണം ഇത്രയും ദിവസം കൊണ്ട് ഒരു മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് വീടുകൾ കയറി ഇറങ്ങാൻ എന്തായാലും കഴിയില്ല. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരാണ് എല്ലാ വീടുകളിലും എത്തി അഭ്യർത്ഥന നോട്ടീസ് അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പരമാവധി വീടുകൾ കയറാനുള്ള ശ്രമത്തിലാണ് ഉള്ളത് സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത്. ഇന്ന് പള്ളികളിലാണ്, ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ പള്ളികളിലാണ് പ്രധാനമായും നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും എല്ലാം കേന്ദ്രീകരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വിവിധ പള്ളികളിൽ അവർ പോകുന്നുണ്ട്. അത് അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയും. അങ്ങനെ ഒരു വോട്ട് തേടലാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് താരപ്രചാരകരുടെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ അമിത്ഷാ ഇന്ന് വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയും വന്ന് കൊളുത്തിയിട്ടിട്ട് പോയ കുറേ കാര്യങ്ങളുണ്ട് പ്രചരണ രംഗത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മറ്റേത് നേതാക്കന്മാർ വന്നാലും അതിൻ്റെ ഇടതുമുന്നണിയുടെ താരപ്രചാരകനായിട്ടുള്ളത്. അദ്ദേഹം ധർമ്മടം മണ്ഡലത്തിലാണുള്ളത്. ഇനിയുള്ള 2 ദിവസം അദ്ദേഹം അവിടെ തന്നെയായിരിക്കും. വോട്ടെടുപ്പ് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് തിരികെ എത്തുകയുള്ളൂ. CPM-ന്റെ മുതിർന്ന നേതാക്കൾ സുഭാഷ് നിയലി, അതുപോലെ തന്നെ ബൃന്ദ കാരാട്ട് അടക്കമുള്ള നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും എവിടെ നോക്കിയാൽ ഇപ്പോൾ സൈഫുദ്ദീൻ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. നമ്മൾ എവിടെ നോക്കിയാൽ ഈ കേരളത്തിൻ്റെ ഏത് മണ്ഡലത്തിൽ നോക്കിയാൽ ഇത് തന്നെയാണ് അവസ്ഥ. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണാം, ഏത് തെരുവുകളിലും രാഷ്ട്രീയ നേതാക്കന്മാരെ കാണാം, വീടുകളിൽ സ്ഥാനാർത്ഥികളെ കാണാം, വണ്ടികളിൽ സ്ഥാനാർത്ഥികളെ കാണാം. അങ്ങനെ കൊടുമ്പിരി കൊണ്ട് ആ പ്രചരണം അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഞാൻ നിൽക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ